വെൽക്കം. പോറോത്തും ബ്രിക്ക് കൊണ്ട് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളെ കുറിച്ചിട്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ നമ്മൾ തേക്കാതെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഞാൻ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് പുറത്തുനിന്ന് വേറെ ആരും ഇതിൽ വന്നില്ല. പിന്നെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ആളുടെ ഒരു ചെറിയ സൂപ്പർവിഷനും ആളുടെ കുറച്ച് ആളുടെ എക്സ്പീരിയൻസ് എല്ലാം കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പ്ലാൻ എവിടെയൊക്കെ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, DB, അതുപോലെ തന്നെ ബോക്സുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഫസ്റ്റ് നമുക്ക് നല്ലൊരു ധാരണ വേണം. എവിടെ എത്ര ഹൈറ്റ് ആയിരിക്കും കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുക. കാരണം വെച്ചാൽ നമ്മൾ ഈ ബ്രിക്കിൻ്റെ ഇതിൽ നമുക്ക് എപ്പോഴും സെൻറ്റർ ചെയ്ത് വെക്കേണ്ടി വരും. ഈ ബ്രിക്കിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് എപ്പം ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടിവശത്തായിട്ട് അല്ലെങ്കിൽ മുകൾ വശത്ത് ഏതെങ്കിലും ഒരു ഇതിലായിട്ട് സെൻറ്ററിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. വലിയ ബോക്സോ കാര്യങ്ങളൊക്കെ നമുക്ക് 10-8 ഒക്കെ വലിയ ബോക്സുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് മിക്ക സെൻറ്ററിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുന്നത്. കാരണം അതിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ എഡ്ജൊക്കെ പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇതിൽ വരുന്നത് മെയിൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ DB നമുക്ക് സെറ്റിംഗ് വരാൻ പോകുന്നത്, അതുപോലെ DBയുടെ ഹൈറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സുകൾ. അപ്പോൾ ബോക്സുകൾ നമ്മൾ പരമാവധി വെക്കുമ്പോൾ എല്ലാം ഒരു കറക്റ്റായിട്ട് ലൈനിൽ വെക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ബാക്കിയുള്ള വീടുകളുടെ വർക്കുകൾ ചെയ്യുന്നത് പോലെ നമുക്ക് എവിടെയെങ്കിലും സ്വിച്ച് മറ്റുള്ള പോയിൻറ്റുകൾ വെച്ചിട്ട് അതിന് നമുക്ക് ചെരിച്ച് ലൈൻ കൊണ്ടുപോകാനൊക്കെ കുറച്ച് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പരമാവധി പൈപ്പുകളും കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അഡീഷണലായിട്ട് വേറെ എന്തെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ വിട്ടു പോവുകയോ പെട്ടെന്ന് മറന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളും ഇതിനുണ്ട്. ഇവിടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിനെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മളോട് ബോക്സ് 3 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കണക്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് ഒരെണ്ണം ഇതിൻ്റെ ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഔട്ട് നേരെ മുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെയാണ് കിച്ചൻ്റെ സ്ലാബ് വരുന്നത്. അപ്പോൾ ആ സ്ലാബിൻ്റെ ഹൈറ്റിനെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇവിടെ ഹൈറ്റിൽ ഒരു 1.40, 1.35 ആ ഒരു സൈസിൽ നമ്മളിവിടെ സ്വിച്ച് ബോർഡ് മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അടുക്കളയുടെ ഭാഗത്ത് വരുന്ന വയറിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പോറോത്തോമിൻ്റെ ബ്രിക്ക് ചെയ്തിട്ടുള്ളത് റിജോ എന്ന് പറഞ്ഞ ആളാണ്. പാവട്ടിലുള്ള ആളാണ്. ഒരു 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആളുടെ വർക്കാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആളുടെ 2-3 വർക്കുകൾ കണ്ടതിന് ശേഷം അതിൻ്റെ നല്ലൊരു അഭിപ്രായം കിട്ടി. ആളുടെ വർക്കുകൾ കണ്ടു. അത്രയും ഫിനിഷിങ് വർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ റിജോ ഭായിയെ സെലക്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ വർക്കിനെ കുറിച്ച് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് ആൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ലൈനുകളൊക്കെ അത്രയും ഡീറ്റെയിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കട്ട കൊണ്ട് നമ്മൾ പണിയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് വൃത്തി ഉണ്ടാവണം. അതായത് പണി പെർഫെക്ഷനേക്കാളും കൂടുതൽ നമുക്ക് പണിക്ക് വൃത്തി ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇത് ഓരോ ബ്രിക്ക് നമ്മൾ ചെയ്യുമ്പോഴും ഇതുമേൽ സിമെൻ്റ് ആകാതെ അത്രയും നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാവുന്ന ആൾക്കാരായിരിക്കും. അത്രയും ഡെഡിക്കേഷനുള്ള ആൾക്കാരായിരിക്കും. ഇലക്ട്രിക്കൽ വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ ബെൻഡ് കാര്യങ്ങൾ എണ്ണം കൂടുതൽ വരുമ്പോൾ നമ്മൾ പരമാവധി അതിൽ വയറുകൾ ഒരു 1.5 അല്ലെങ്കിൽ 2 വയറുകൾ നമ്മൾ പരമാവധി ഇതിലേക്ക് വലിച്ചിടാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം DBയുടെ ഒരുവിധം വയറുകളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്തു. കാരണം വെച്ചാൽ റിസ്ക് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത്. കാരണം 3-4 ബെൻഡുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് വയർ വലിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, വഴിയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി തന്നെ പൈപ്പിങ്ങും അതുപോലെ തന്നെ വയറിങ്ങും DBയിൽ നിന്ന് വരുന്ന വയറിങ്ങും പരമാവധി നമ്മൾ അപ്പോൾ തന്നെ കൈയോടെ തന്നെ വലിച്ചിട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ വർക്ക് ഇതുപോലെ നമ്മൾ ഏകീകരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പ്ലാൻ എവിടെയാണ് പോയിന്റുകൾ വരുന്നത്, ഹൈറ്റുകൾ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതാത് സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ പോയിൻ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ബോക്സുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത് കട്ടകൾ പൊളിച്ച് പണിയാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ റിജോ ഭായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മൾ മറന്നു പോയാൽ കൂടിയും ആൾ നമ്മളതിൽ ഓർമ്മപ്പെടുത്തും. ഇവിടെ ഇന്ന് പോയിൻ്റ് ഉണ്ടല്ലോ, ഇന്ന് ബെഡ്റൂമാണ് അല്ലെങ്കിൽ കിച്ചണാണ് അല്ലെങ്കിൽ പാസേജാണ് അല്ലെങ്കിൽ പുറത്തേക്കുള്ള വഴികളാണ്. അവർ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് വിഷമം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഇപ്പോൾ ലിൻഡലിൽ കൂടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വയറിങ് നമ്മൾ ലിങ്ക് ചെയ്യാനുള്ളത്. അതായത് ലിൻഡലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പരമാവധി വയറും കാര്യങ്ങളും ലിങ്ക് ചെയ്ത് കൊണ്ട് പോകാനാണ് ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ലിൻഡലിൽ കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ കോൺക്രീറ്റ് നമ്മളിതിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കറക്റ്റായിട്ട് സി ആംഗിളിൽ നമ്മൾ ബോക്സ് പോലെ വെട്ടി കട്ടേനെ പുറത്തും ബ്രിക്കിനെ നമ്മൾ സി ആംഗിളിൽ കറക്റ്റായിട്ട് വെട്ടി നമ്മളത് പോയിൻ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ കമ്പിയിട്ട് കോളം കെട്ടിയിട്ട് അതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബേബി മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും കുറേ സാവധാനം ചെയ്യാം നമ്മൾ. അതായത് ഇപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ലിൻഡൽ വാർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്ത് നമ്മളത് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് എനിക്ക് തോന്നിയപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡലിന് ശേഷം നമ്മൾ ഒരു പോയിൻ്റ് മുകളിലേക്ക് ഒരു ബ്രിക്കും കൂടി നമ്മൾ പണിതതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു കോളം പോലെ പോറത്തോം ബ്രിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഒരു കോളം പോലെ കൊടുത്തു. ആ കോളത്തിൽ കൂടെയാണ് കംപ്ലീറ്റ് ഇലക്ട്രിക്കലിൻ്റെ പൈപ്പും കാര്യങ്ങളും നമ്മളെല്ലാം ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പണി നടക്കുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്രയും ചൂടായിരുന്നു, നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതോടുകൂടി കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ അതോടുകൂടി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, കാരണം 2-3 ബെൻഡോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ റിസ്ക്കൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ബെൻഡുകളുടെ എണ്ണം കൂടുമ്പോൾ അനുസരിച്ച് നമ്മൾ അതാത് സമയത്ത് തന്നെ വയർ വലിച്ചിടാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. സാധാരണ വീട് പണിയെന്ന് വെച്ച് നോക്കുമ്പോൾ ബ്രിക്ക് പൊളിക്കൽ അതുപോലെ തന്നെ അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് മുന്നായിട്ട് വരുന്ന ആ പണികളൊക്കെ നമുക്കിതിൽ ശരിക്കും ലാഭമാണ് നമുക്ക് വരുന്നത്.